മെയിൻ വളവുകൾ 9-ാം വളവോട്. മൊത്തം 9 വലിയ വളവ് അല്ലെങ്കിൽ ഹെയർ പിൻ ബെൻഡ് പോലത്തെ ഉള്ള വലിയ വളവ് 9 വളവാണ്. അതിലിപ്പോൾ ഇത് 8ാം സ്ഥലമാണ്, 8ാം വളവ് എന്ന് പറയും. ഇത് കണ്ടോ, അതായത് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉള്ള സമയത്ത് നമുക്കൊരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രതീതിയായിരിക്കും. ഇതിവിടെ നന്നായിട്ട് വെള്ളം വളരെ കുത്തൊഴുക്ക് കൂടിയൊരു ഏരിയ. ഇവിടെയാണ് ഒരു വർഷം മുമ്പ് ഒരാളുടെ ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ടത്. പെട്ടിയിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടത് കണ്ടുപിടിച്ചതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. 3 പേര് ചേർന്ന്. ഓക്കെ, അതായത് ഈ ഭാഗത്തായിരുന്നു കിടന്നിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ന്യൂസ് ചാനലൊക്കെ കണ്ടിട്ട്. ഓക്കെ, അത് കോട്ടയം, തൃശ്ശൂർ, മൂവാറ്റുപുഴ പാല അവിടെ വരുന്ന വണ്ടിയാണ്. ഇവിടെയും വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട് ആളുകൾ. നോക്കിയൊക്കെ അട്ടപ്പാടി പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് യാത്രികർ ഡെയിലി വന്നു പോകുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവളുടെ പറമ്പിലേക്കാണ്. അട്ടപ്പാടിയിലുള്ള ജീവിത പങ്കാളിയുടെ പറമ്പിലേക്കാണ്. അവിടെ പോയിട്ട് കരിക്ക് കഴിക്കാം. ഒപ്പം തന്നെ നല്ല ഞാലിപ്പൂനുണ്ട്, അത് പഴുത്ത് കാണും. ഇനി അടുത്തതായിട്ട് പോകുന്നത് 9ാം വളവിലേക്കാണ്. അവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഒരുപാട് ദൂരത്തുനിന്ന് വന്നിട്ടും അട്ടപ്പാടിയിലേക്ക് വരുന്ന ആരും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാതെ പോയില്ല. ഈവനിങ് ടൈമാണ് ഒരുപാട് പേര് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ആരുമില്ല. പിന്നെ ഐസ്ക്രീം വണ്ടി, പിന്നെ വേറെ അങ്ങനെ ഒരുപാട് ഇവിടെ വന്നിരുന്നാലും നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളുണ്ട്. കുരങ്ങും വന്നു. അയ്യോ, എൻ്റെ കോതെടുത്തിട്ട് ഓടി പന്നക്കുരങ്ങൻ വണ്ടിന്ന്. ഈശ്വരാ, എൻ്റെ ചിപ്സ് പൊതിയും കൊണ്ട് പോണു. നോക്കി നോക്ക, വണ്ടി നിർത്തിയതും അത് ചാടി എടുത്തിട്ട് കണ്ടോ, കാണാൻ കഴിയുന്നുണ്ട്. നോക്കി നോക്ക, വണ്ടി നിർത്തിയതും പൊട്ടിക്കാത്ത ഒരു പൊതിയായിരുന്നു. അവൻ ചാടി എടുത്ത് ഓടി. ഞാൻ പിന്നാലെ ചെന്നെങ്കിലും കിട്ടിയില്ല. കണ്ടോ, ഞാൻ കിറച്ചു. കണ്ടോ, ഇറങ്ങണേ എന്നു. ഞാൻ വഴിയിൽ നിന്ന് കഴിക്കാൻ മേടിച്ചതാണ്. ഇറങ്ങി കൊണ്ടുപോയി. ഒരു മരത്തിൽ നിന്ന് ഒരു മരത്തിലേക്ക് ചാടി കൊണ്ടുപോയ ആൾ. ഓടിയത് വെറുതെ മിച്ചമായിപ്പോയി. കണ്ടോ, ചാടി ആൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെങ്ങാനും പിന്നാലെ ചെല്ലുമെന്ന് വിചാരിച്ചിട്ട് നല്ല സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടാണ് കഴിക്കണേ. വീഡിയോയിലൊന്നും കാണുന്നില്ല. കണ്ടോ ഇതേ അവിടെ. കാഞ്ഞിരത്തിൽ നിന്ന് 2 ടൈപ്പ് ചിപ്സ് മേടിച്ചിരുന്നു. പൂള ചിപ്സും അതുപോലെ തന്നെ പിന്നെ പൊട്ടാറ്റോ ചിപ്സും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ അവർ അവിടെ തന്നെ ആട്ടിയ വെളിച്ചെണ്ണ 300 രൂപ ലിറ്ററിന് കൊടുക്കുന്നുണ്ട്. അവിടെ ആട്ടുന്ന അതേ വെളിച്ചെണ്ണയിൽ അവരുണ്ടാക്കുന്ന ചിപ്സാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, വർത്താണ്. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. 2-3 കഴിച്ചുള്ളൂ. ബാക്കി ഇതേ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി അവൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞപ്പോഴേക്കും കുരങ്ങന്മാർ വന്നത് മുഴുവൻ എടുത്തിട്ട് പോയി. അവസാനം കിട്ടിയത് ഇത് മാത്രം. ഇതായിട്ട് എന്തിനാ അത് പറഞ്ഞുകൊണ്ട് അവളതിന് ചെയ്തില്ല. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് തന്നെ കുരങ്ങന്മാരെ സാധനങ്ങൾ തട്ടിപ്പറിച്ച് കൊണ്ടുപോകും, ഭക്ഷണ സാധനങ്ങൾ. പിന്നെ വണ്ടിയിലൊക്കെ സ്കൂട്ടിയുടെ ഫ്രണ്ടിലൊക്കെ എന്തെങ്കിലും തൂക്കിയിട്ടുണ്ടെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ അവരെടുത്ത് പോകുന്ന ഒരു അപകടം ഇവിടെ ഉണ്ട്. പ്ലാസ്റ്റിക് ഇതിനിത് ഇവിടെ ഇട്ട് വിഷയമൊക്കെ ഉണ്ട്. നമുക്ക് വണ്ടിയുടെ ഇവിടേക്ക് വെക്കാം. കണ്ടോ, തീറ്റയെല്ലാം കഴിഞ്ഞ് വന്ന് നിൽക്കണം. കണ്ടോ ആള്. എൻ്റെ അടുത്ത് ഈ സൺഗ്ലാസ് ഉള്ളത് കൊണ്ടല്ലേ ഞാൻ പിടിച്ചും മേടിച്ചാണ്. വല്ല ഇതുണ്ട് നോക്കി നോക്കാം. ഇരിക്കണ കണ്ടില്ല ആള്. ഒരൊന്നും അങ്ങോട്ട് കൊടുക്കാൻ തോന്നുന്നുണ്ട്. ഉണ്ടോ, ഇത്രയും അടുത്തുനിന്ന് ഷൂട്ട് ചെയ്തിട്ട് ആള്. വൈഫിൻ്റെ മൂഡ് ആകെ ഓഫായിരിക്കുവാണ്. കാര്യമൊന്നുമില്ല. ഇനി ഓണാവാൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് ചക്ക ഐസ്ക്രീം മേടിച്ചെടുക്കാം. ഇവിടെ എപ്പോഴും വരുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് 2 ചക്ക ഐസ്ക്രീം. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ.
സങ്കടപ്പെട്ട കാര്യം നീ ശ്രദ്ധിക്കുക അല്ലേ? ഭക്ഷണസാധനങ്ങളെ പോയുള്ളൂ. സൺഗ്ലാസും മൊബൈലൊക്കെ അമ്മ എടുത്തിട്ട് പോകും. ഞങ്ങള് കണ്ടില്ലേ, ഒരാള് നിന്ന് കച്ചവടം ചെയ്യേണ്ട സ്ഥലത്ത് 3 ആളാണ് ഉണ്ണിമോളെ നോക്കിയേ, ചേട്ടൻ പറഞ്ഞത് ഒരാള് നിന്ന് കച്ചവടം ചെയ്യേണ്ട സ്ഥാനത്ത് 3 പേരെ കച്ചവടം ചെയ്യുന്നു. വേറൊന്നുമല്ല, 2 ആള് കുരങ്ങന്മാരെ ഓടിക്കാനാണ്. ഈ വടിയൊക്കെ കുരങ്ങന്മാരെ ഓടിക്കാനാണ്. അല്ലെങ്കിൽ ഈ സാധനമൊക്കെ അമ്മ എടുത്ത് പോയിട്ടുണ്ടാവും. ചക്ക നിന്റെ സങ്കടം മാറട്ടെ. എന്തിനു നീ അതിന് ഉപദ്രവിക്കണേ? എന്തിന്? നിന്റെ ആ കുരങ്ങനാണെന്ന് തോന്നുന്നു ഇവളുടെ. ഇവിടെ ചിപ്സ് മൊത്തം കൊണ്ടുപോയി ഇവൾക്ക് കുരങ്ങന്മാരോട് കലിപ്പായി. ഇവളാണ് ഇപ്പൊ ഇവിടെ കണ്ടോ, ഈ വണ്ടികളിലേക്ക് വരുന്ന കുരങ്ങന്മാരൊക്കെ ആട്ടാൻ നിൽക്കണം വടിയായിട്ട്. ഇല്ല നീട്ടിട്ടില്ല, ചാവിയൊക്കെ പുറകിലാണ്. ഇതിനകത്ത് ഇതുണ്ടോ, ഇവന്മാര് വണ്ടിക്കകത്ത് വീണ്ടും എന്തൊക്കെ സാധനമൊക്കെ ഉണ്ട് വിചാരിച്ച് വന്നേക്കുക. ഇതുണ്ട് ഇതൊക്കെ. ഈ ചാവിയൊക്കെ ചിലപ്പോൾ അമ്മ ഇട്ടിട്ട് പോകും. ഇവിടെയൊക്കെ ചാവിയൊക്കെ നമ്മൾ ബൈക്കിലിട്ട് കഴിഞ്ഞാൽ അമ്മമാർ അതൊക്കെ എന്ത് ചെയ്യും, ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ ലെക്കാണ്, കൊണ്ടുപോയിട്ടില്ല. അതെ ഇതൊക്കെയാ കണ്ടോ, ഇതിനകത്തുള്ള ഈ തുണിയൊക്കെയാ, തുണി ഇതുണ്ടോ, ബില്ല് അങ്ങനെ എന്തൊക്കെയാ അമ്മമാരെടുത്ത് കണ്ടോ. ചാവി കൊണ്ടുപോയില്ല, അത് തന്നെ ഭാഗ്യം. വണ്ടി എടുക്കുക, പോവാം നമുക്ക്. അതുകൊണ്ട് ഇതേ ആദ്യം ഐസ്ക്രീം, അതോ ആദ്യം തട്ടിപ്പിടിച്ച് ഇതേ നോക്കിയേ, ഏതോ ഒരാളുടെ ഐസ്ക്രീം തട്ടിപ്പറിച്ച് കഴിക്കണുണ്ടോ? ഇതുണ്ടോ, കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുവന്ന ഐസ്ക്രീമാണത്. ഇതുണ്ടാ ആ ചങ്ങാതി വീണ്ടും വേറൊരെണ്ണം കൂടെ ഓർഡർ ചെയ്തു. വേറെ എന്ത് ചെയ്യാൻ പറ്റും? അതോ വീണോ? എവിടെ വീഴാൻ? എടോ ഇറങ്ങിപ്പോണോക്ക്. ആ ഇപ്പൊ ലൈവായിട്ട് കണ്ടില്ലേ ഐസ്ക്രീം വരെ തട്ടിപ്പറിച്ച്. ആരുടെ ഐസ്ക്രീം കൊണ്ടുപോയത്? ആ ഓക്കെ ഓക്കെ ഓക്കെ, പോവാം. കുറച്ച് സമയം അവിടെ ഓടിക്കാൻ തോന്നുന്നുണ്ട്. ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷേ ഇതുണ്ട് അവിടെ, പണ്ടൊക്കെ ഇവിടെ വണ്ടി എത്തി കാണുമായിരുന്നു. ഈ ഒരു വ്യൂ പോയിന്റ്. പക്ഷെ അപകടം കൂടുകൊണ്ട് ആരും തന്നെ അവിടെ നിർത്താറില്ല. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇവിടെ. ഇത് തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി അല്ലേ? ഇതല്ലേ ഈ ഭാഗത്തിനെന്താ പറയാ, പന്തംപൊട്ടി പാലം എന്നൊക്കെ പറയും. ഒരു പാലമുണ്ട് ഇവിടെ, ഒരു അരുവിയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല തണുപ്പാണ്. എനിക്ക് തോന്നുന്ന ഒരു 10 ഡിഗ്രി താഴെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്നൊരു ഏരിയയാണ് ഇവിടെ. കാരണം ഇവിടെ ഇഷ്ടംപോലെ നിബിഡ വനങ്ങളാണ്. പിന്നെ സൂര്യപ്രകാശത്തെ വളരെ കുറവായിട്ട് സൂര്യപ്രകാശം കൊണ്ട് എത്തുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും തണുപ്പ് ഉള്ളൊരു ഏരിയയാണ് ഇവിടെ. അപ്പോൾ നിങ്ങളൊക്കെ വരുന്ന സമയത്തിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുക്കാലി അല്ലേ? മുക്കാലിൽ നിന്ന് ലെഫ്റ്റ് സൈലന്റ് വാലി, ചിണ്ടക്കി ഊര്, അങ്ങോട്ടൊക്കെ പോകും. നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ അഗളി, ഗുളിക്കടവ്, ദെൻ ആനകട്ടി, കോയമ്പത്തൂർ ആ ഏരിയയൊക്കെ. ഇവിടെയാണ് ഒരു വനയൂഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. ആ വനയൂഞ്ഞാൽ ഇവിടെ ഒരു തവണ വന്നതിനകത്ത് ഊഞ്ഞാലാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ആ വനയൂഞ്ഞാലില്ല, ഈ വെള്ളയത് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇവരുടെ വിശ്വവിഖ്യാതമായ പറമ്പിലേക്ക് 3 വഴിയിലൂടെ പോകണം. അപ്പോൾ ഏറ്റവും
നിയറസ്റ്റ് റോഡ് ഇത്തിരി മോശമാണെങ്കിലും എളുപ്പം ഇതാണ്. ഇത് ഇവിടുന്ന് 2 കിലോമീറ്റർ റൈറ്റ്. ഇവിടെ ഒരു ചായക്കട ഉണ്ട്, നല്ല രസമാണ്. റോഡ് ഇച്ചിരി മോശമാണെങ്കിലും ഈ വഴി നേരെ 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവളുടെ അട്ടപ്പാടി പറമ്പായി. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, കോടമഞ്ഞ് ഇറങ്ങുന്ന സ്ഥലമാണ്. നല്ല തണുപ്പുള്ള ഏരിയയാണ്. ഇവിടെ ഒരു വീടുണ്ട്. ഈ വീട് റെൻറ്റിന് ചോദിച്ചേക്ക്, ഇടയ്ക്കൊക്കെ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ടേ. അതൊന്ന് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെൻറ്റിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാണുന്ന വീട് ചെറിയൊരു റെൻറ്റിന് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് അങ്ങോട്ട് വീടുകളുണ്ട്. നല്ല രസമാണ്, കാടിനോട് ചേർന്ന്. ചീവീടിൻ്റെ ശബ്ദം, സൈലൻറ്റ് വാലി എന്നാണെങ്കിൽ ചീവിയുടെ ശബ്ദം കേൾക്കാം. ഒപ്പം തന്നെ കിളികളുടെ ശബ്ദം ഇഷ്ടം പോലെ എപ്പോഴും കേൾക്കാം. അവിടെ ചെറിയൊരു കോറിയല്ലേ അത്? അതിൽ വെള്ളമുണ്ടോ? സ്ഥലമുണ്ട്. ആരാണെന്നും അറിയില്ല. ഇതുവരെ ടാറിങ് ഉണ്ടായിരുന്നു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ടാറിങ് ഇല്ല. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ കൽക്കണ്ടി എത്തും. കൽക്കണ്ടി ലെഫ്റ്റ് മണാർക്കാട്, റൈറ്റ് ഗുളിക്കട, വാഗളി, കായംപുത്തൂർ അങ്ങനെ പോകാം. അപ്പോൾ വർഷങ്ങളും ഇവർ കുഞ്ഞുങ്ങളൊക്കെ ആയ സമയത്ത് താമസിച്ചിരുന്ന പരിസരമാണിത്. പറമ്പിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാത്തതുകൊണ്ടൊക്കെ കാട് കയറി കിടക്കുവാണ്. നിലവിൽ ഉള്ള സ്ഥലം ഇതേ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്, വാഴയ്ക്ക്. അതുകൊണ്ട് പറമ്പിൽ ജോലിക്കാരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ സ്വന്തം വീട് കുത്തി തുറക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇതിൻ്റെ ചാവി മിസ്സിംഗ് ആണ്, അതുകൊണ്ട് ഇത് കിട്ടുന്നില്ല. ഓക്കെ, അതിൻ്റെ ചാവിയാണെന്ന് വിചാരിച്ച് 3 ചാവി കൊണ്ടുവന്നു. അതല്ല, അപ്പം അതുകൊണ്ട് ഇതുണ്ടോ, അതതിൻ്റെ ഉള്ളിലൂടെ കൈയിട്ട് ഇത് അൺലോക്ക് ചെയ്ത് ഇങ്ങനെ തുറന്നേക്കണേ. ഇത് കണ്ടോ, ഇത് ജനലിലൂടെ കൈയിട്ട് അൺസ്ക്രൂ ചെയ്തിട്ട് കൊണ്ടുവന്നേക്കാം. കാര്യമായിട്ട് വന്നത് കുറച്ച് ദിവസം മുമ്പ് ഒരു ഞാലിപ്പൂവൻ വെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ജൈവമാണ്, അപ്പം അത് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇത് കണ്ടോ, ഏകദേശമൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, കേടുവന്നിട്ടില്ല. ടൗണിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പറമ്പിൽ കൃഷി ചെയ്തിരുന്ന സമയത്ത് ബാല്യകാലത്ത് ഒത്തിരി താമസിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. വളരെ മധുരമുള്ള ഓർമ്മകളുള്ള ബാല്യകാല സ്മരണകൾ കൂടുതലുള്ള ഏരിയയാണിത്. നിങ്ങൾ എത്ര വർഷം താമസിച്ചിട്ടുണ്ട് ഇവിടെ? 4-5 വർഷമൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോകും. അങ്ങനെയായിരുന്നു. ഈ 5 വർഷം താമസിക്കുന്ന സ്ഥലത്ത് കൃഷി വല്ലതും ഉണ്ടായിരുന്നു? പറമ്പിലെ കൃഷി കൂടാതെ കോഴി, മുയല്, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ആട്, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ആടുണ്ടായിരുന്നു, പോത്തുണ്ടായിരുന്നു, കോഴി ഉണ്ടായിരുന്നു. പക്ഷെ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പൊളിച്ചിട്ട് നല്ലൊരു ഭാവിയിലേക്ക് അങ്ങനെ പ്ലാൻ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം ചാച്ചൻ എത്തിയിട്ടുണ്ട്. കണ്ടോ, ചാച്ചൻ ആയുധങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചി ഇതേ വരുന്നു. അമ്മച്ചി ഇന്ന് തൊഴിലുറപ്പ് പരിപാടിക്ക് പോയില്ലേ? അമ്മച്ചി, ചാച്ചൻ അമ്മച്ചിക്ക് തൊഴിലുറപ്പ് പരിപാടി ഉണ്ടായിരുന്നില്ലേ? അമ്മച്ചി ഇന്ന് തൊഴിലുറപ്പുണ്ടായിരുന്നോ? പുതിയ താഴ് 3 താക്കോലും മിസ്സിംഗ് ആന്ന് പറയുമ്പോഴേ അത് എടുത്ത സമയത്ത് കണ്ടോ കുരങ്ങന്മാരകത്ത് കയറി കഴിക്കുമല്ലോ. വൈനിടാം അല്ലേ? കേടുവരാതെ ഉപയോഗിച്ച് നല്ല അടിപൊളി വൈനിടാം. ഇതൊരു കവർണത്താക്ക്
ആ അതെ, ഈ വാഴയെ കുറിച്ച് നമ്മൾ ഞാലിയാണെന്ന് വിചാരിച്ചു, പക്ഷെ അമ്മച്ചി പറയുന്നു ഇത് ഒരു സ്ഥലത്തും ഇല്ലാത്ത വാഴയാണ്. അതായത് വളരെ റയറായിട്ടൊക്കെ കാണുന്നു ഷുഗർ വാഴ. അമ്മച്ചി ജോലിക്ക് പോയ സമയത്ത് ഒരു പറമ്പിൽ നിന്ന് 2 ഇല്ലി കൊണ്ടുവന്ന് പിരിഞ്ഞു വെച്ചായിരിക്കും അല്ലേ? ഇത് കണ്ടോ, ഇത് ഷുഗർ വാഴയാണ്, ഞാലിയല്ല. അപ്പൊ ഷുഗർ ഉള്ളവർക്കും ധൈര്യമായിട്ട് കഴിക്കാം. ഔഷധ ഗുണങ്ങളുള്ള വാഴയാണെന്ന് പറയുന്നത്. എങ്ങനെ, മധുരമുണ്ടോ? ടേസ്റ്റ് എങ്ങനെയാണ്? തിന്നു നോക്കിയല്ലേ? അമ്മച്ചൊന്ന് തിന്നു നോക്ക്. എല്ലാ പഴത്തേക്കാളും നല്ലതാണോ? വാഴക്കൊലയ്ക്ക് മഴോ? പഴുത്തിട്ട് മണം വന്നു ഇന്നലെ പറമ്പ് വന്നപ്പോ. ആ പുറത്ത് നിന്നാ തന്നെ പഴുത്തുകൊണ്ട് മണം വരും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം പഴുത്ത് കഴിഞ്ഞാൽ മണം വരുന്ന കൊലയാണ് ആ പ്രത്യേക കാറ്റഗറിയിൽ വിടുന്നത്. അപ്പൊ ചെറുക്കനോട് പറഞ്ഞു ചെറുക്കൻ അടുക്കളയിൽ കൂടെ കയറാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പഴാല വേറെ സാധനങ്ങളൊക്കെ അതിനകത്ത് കയറെന്ന് പറഞ്ഞു. ഇപ്പൊ ഞണ്ട് കിട്ടുവോ? തീറ്റ എന്ത് തീറ്റ കൊടുക്കുക? ഉണ്ണിമോള് ഞണ്ട് പിടിക്കാറുണ്ടോ? അപ്പൊ എന്ത് തീറ്റ കൊടുക്കുക? കപ്പ. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പറമ്പിലെ താഴെ ഒരു തോടുണ്ട്. ആ തോടിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ഞണ്ട് പിടിക്കാന്നാ പറയുന്നത്. ഇടയ്ക്ക് ഞാനും കഴിച്ചിട്ടുണ്ട് 2 തവണ. ചാച്ച എപ്പോഴാ സമയം? നല്ല സമയം രാവിലെ. അപ്പൊ ഒരു ദിവസം രാവിലെ നമുക്ക് വരാം ഞണ്ട് പിടിക്കാൻ വേണ്ടിട്ട്. ഇതോ? അതായത് ഈ പേരയ്ക്ക ആര് നട്ടതാ? പേര് ഉണ്ണിമോള് നട്ടതാണ്. പിന്നെ അവള് ഓറഞ്ച് ആണെന്ന് വിചാരിച്ചിട്ട് നട്ടൊരു സംഭവം ഉണ്ട്. ഇത് വലുതായപ്പോ അത് ഓറഞ്ച് ആയിരുന്നില്ല, നാരകമായിരുന്നു. ആ സംഭവം ഉണ്ട് ഇവിടെ. ഇത് നെല്ലി. ഈ നെല്ലിയുടെ തൊട്ടപ്പുറത്ത് നാരകമുണ്ട്. നാരകം. പാളയോ? പാള പെറുക്കാൻ വേണ്ടി ഒത്തിരി ആളുകൾ വരാറുണ്ട്. പാള ഇതിവർ ശേഖരിച്ചിട്ട് ഇടനിലക്കാർക്ക് കൊടുക്കും. അവർ നേരെ വേറെ ടീമിന് കൊടുക്കും. 25 രൂപയ്ക്ക് അല്ല, 50 പാളയ്ക്ക് 25 രൂപ. അങ്ങനെയല്ല, അത് 25 പാളയ്ക്ക് 50 രൂപ. എങ്ങനെയാണ്? 25 പാളയ്ക്ക് 50 രൂപ. അപ്പോൾ ഒരു പാളയ്ക്ക് 2 രൂപ അല്ലേ? 2 രൂപ വെച്ച് കിട്ടും. ഇതേ ഷുഗർ വാഴ. ഇനി വെട്ടാനുള്ളൊരു കൊലയുണ്ടെന്ന് പറഞ്ഞത്. ഇതല്ല, ഇത് ഷുഗർ വാഴയല്ലേ ചാച്ചാ? ഓക്കെ. ഇത് പച്ചക്കാണ് ശരിക്കും തിന്നണ്ട് അല്ലേ? ഔഷധ ഗുണം കൂടുതൽ പച്ചക്കാന്ന് പറയുന്നു. പഴുക്കുന്നതിന് മുമ്പ് തിന്നണമെന്നാണ് പറയുന്നത്. ഇതൊരിക്കലും വറ്റില്ല കേട്ടോ. വറ്റാത്ത വെള്ളം. ഈ കുഞ്ഞു കുഴിയിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും. ഉപയോഗിച്ചിട്ട് കുറേയായി. അട്ടപ്പാടിലെ ഇങ്ങനെ പ്രദേശങ്ങളിലെ ഒട്ടുമിക്ക കിണറുകൾ ഇങ്ങനെയെന്നാണ് പറയുന്നത്. കാരണം കുറച്ച് കുഴിച്ച് കഴിഞ്ഞാൽ തന്നെ വെള്ളം കാണും. കരിക്ക് എങ്ങനെ കിട്ടും? കരിക്കുണ്ടോ? ഇടയ്ക്കൊരു കാപ്പിക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതുണ്ടോ കാപ്പി? പക്ഷെ കാപ്പി കുരുവൊന്നുമില്ല, പക്ഷേ പൂവുണ്ട്. പ്രത്യേക മണമുണ്ട്. കാപ്പിപ്പൂവിനൊരു മണം. പിന്നെ മറ്റൊരാളോട് നിൽക്കുന്നുണ്ട് കടച്ചക്ക. ഇഷ്ടംപോലെ കടച്ചക്ക കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കടച്ചക്കയൊന്നുമില്ല. അതും ഇതേ ഈ അവതാരം നട്ടാണ് ഉണ്ണിമോള്. ഇത് അമ്മ നട്ടാ. അവളുടെ അമ്മ നട്ടാണ്. അവൾ നട്ട മെയിൻ 2 സംഭവം നാരകം. ഒന്ന് ഇഷ്ടംപോലെ നാരകം കിട്ടാറുണ്ട്. പടുകപ്പുളി നാരകം. നീ അങ്ങോട്ടൊക്കെ ആയിരുന്നേ? ചെങ്ങാതി നമ്മൾ കടച്ചൊക്കൊന്നും ആയിട്ടില്ലെന്ന്. അത് ആയി വരുന്നുള്ളൂ. ഇറങ്ങ് ആയി വരുന്നുള്ളൂ. ചാച്ചാ ഇതേത് സമയത്തേക്ക് ആവുക? ഈ മാസം കൊണ്ട് കഴിഞ്ഞാലേ കടച്ചൊക്കെ ആവുള്ളൂ. ഇതുണ്ട് പാള. ഇതുപോലെ പാള പെറുക്കി 25 എണ്ണത്തിൻ്റെ കെട്ടാക്കി കൊടുക്കും.
അപ്പോൾ അങ്ങനെ 25 എണ്ണത്തിന് 50 രൂപ കിട്ടുമെന്ന് പറയുന്നത്. രണ്ടെണ്ണം ഇതിലൂടെ ചെറിയൊരു തോട് പോകുന്നുണ്ട്. ഇതിനകത്ത് ഇഷ്ടംപോലെ ഞണ്ടാണ്. അപ്പോൾ ഒരു ദിവസം ഞണ്ടിനെ പിടിക്കാന്നുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു തോട് ചെന്ന് നേരെ മന്ദംപൊട്ടി തോടിലേക്ക് ചെല്ലും. അത് നേരെ ഭവാനിപ്പുഴ ചെന്ന് ചാടും. ഇതിൽ എല്ലാ കാലം വെള്ളം ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത. പറ്റാത്ത വെള്ളം. തല മുകളിലുണ്ട്. അവിടെ പാട. വാവ്, നല്ല രസമുണ്ടല്ലോ. ഞങ്ങൾ ചെറുപ്പത്തിൽ ഇതിൽ വണ്ടിയൊക്കെ അത് ഓർമ്മയുണ്ട്. ഇത് കാണുമ്പോൾ അതാ ഓർമ്മ വരുന്നത്. ഒരാൾ കയറിയിരിക്കും, ഒരാൾ വലിക്കും. 25 50 രൂപ. ഈ കാലത്തിലെ കുട്ടികളൊന്നും പാളവണ്ടി കളിക്കുന്നത് വളരെ കുറവല്ലേ? പാള കുറവാ അല്ലേ? അതുകൊണ്ടായിരിക്കും. ഇന്നലെ രാത്രി പന്നി വന്നോ? വാട കുത്തി മറിച്ചോ? പന്നിശല്യം ഉണ്ടല്ലേ? കുറവാണെങ്കിലും ഉണ്ട്. ഇയാൾ അമ്മച്ചി സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു പാള ഇവിടുന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. 2 രൂപയാണതേ. 2 രൂപ കൊണ്ടുപോകുന്നുണ്ടോ? അങ്ങനെ 25 എണ്ണം ചേർന്നാൽ ഒരു കെട്ട്. അതിന് 50 രൂപ. ചാച്ചനോടേ, ചാച്ച ഇണ്ണിത്തണ്ട് കിട്ടില്ലല്ലോ. ഇണ്ണിത്തണ്ട് ഉപ്പിലിടാനായിരുന്നു. ഉപ്പിലിട്ടാലേ നല്ല രസമാണ് ഇണ്ണിത്തണ്ട്. അത് കൊള്ളില്ല. പാളയംകോടം കൊള്ളില്ല അല്ലേ? പാളയംകോടം നല്ലത്. ഇതേതാ? ഞാലിപ്പൂവിൻ്റെ. ഓക്കെ ഓക്കെ. എന്തോ ഇതിൽ പിടിച്ചു കളിക്കാം. ഈ വെട്ടിയിലോ? ഞാൻ പിടിച്ചു കളിക്കാം. ചാച്ചന്റെ തലയിൽ കൂടെ വീഴുവോ? നാളെ നിൽക്കട്ടോ. ഞാൻ പറയാം കേട്ടോ. കുരങ്ങ് വന്നിട്ടുണ്ടല്ലേ? എന്റെ ചാച്ച എന്റെ ചിപ്സിന്റെ പാക്കറ്റ് 2 കൂടും കൊണ്ട് ഓടിയത്. ചാച്ചാ ഇങ്ങോട്ട് വരുന്ന സമയത്തേ നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് ചിപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കപ്പ ചിപ്സും പിന്നെ വേറൊരു ടൈപ്പ് ചിപ്സും. അത് കുരങ്ങിനെടുത്തോടി വണ്ടിന്ന്. ഇവർക്ക് തിന്നാൻ പറ്റിയില്ല. കിട്ടിയോ? എന്നിട്ട് ആരോടോ വർത്താനം പറയണം. എന്തോ? ഇവിടെ ആരോ ഉണ്ടെന്ന് പറഞ്ഞു. പഴുക്കാൻ തുടങ്ങിയല്ലേ? ഞാലിയാണ്. എണ്ണ കത്തിച്ച് വന്നാലും കാര്യമുണ്ടല്ലേ? ഞാലിക്ക് വിലയില്ലേ? മാത്രമല്ല ജൈവമല്ലേ, വളം ഇല്ലാതെ ഉണ്ടാക്കിയതല്ലേ? കാടൊക്കെ ഇതായില്ലേ? പറമ്പൊക്കെ കാട് കയറിയില്ലേ ആച്ചാ? പിടിക്കാൻ കൊടുത്താ എന്താ ഉണ്ണിമോള് പറയുന്നത്? ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ. കാട് മൊത്തം ഫോറസ്റ്റ് കയറിയോ? കറയുണ്ട്. ഇവിടേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു ഷർട്ടും ഒരു പാൻറ്റും മാറ്റി വെക്കണം. മിക്കവാറും
5 മാറും അതിൽ കൂടുതൽ ചാച്ചാ 5 മാറുന്നല്ല അതിൽ കൂടുതൽ പാൻറ് ഷർട്ടൊക്കെ കറയായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. ഉണ്ണിമോള് കണ്ടോ അഡീഷണൽ വേറൊരു പാവാടയും ഉടുപ്പൊക്കെ കൊണ്ടുവന്നേക്കുക. ആ ഉപ്പിലിടാൻ ഇണ്ണിത്തണ്ടില്ല അല്ലേ? ഉപ്പിലിടാൻ ഇണ്ണിത്തണ്ടില്ല. ഏതിൻ്റെ ഞാലിയുടെ പിണ്ടി നല്ലല്ലെന്ന് പറയുന്നു ചാച്ചൻ. വേറെ ഉണ്ടോ നോക്കാം അല്ലേ? പാലങ്കോട് നല്ലതല്ലേ? നേന്ത്രയും നല്ലതല്ലേ? ഇതേതാ നേന്ത്രയാണോ? ആ കേട് വന്നിട്ട് നടക്കില്ല, ചിലപ്പോൾ കേട് വന്നിട്ടുണ്ടാവില്ല അല്ലേ? എടി നിന്റെ ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സ് എടുത്തിട്ട് വാ, അല്ലെങ്കിൽ അത് കറയാവും. കൊള്ളില്ല അല്ലേ? കേട് വന്നിട്ടുണ്ട് അത്. ഓക്കെ ഓക്കെ വേറുണ്ടോ മുകളിലൊന്ന്? ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ 2 ഉണ്ടായിരുന്നു. 2 പേരെങ്കിലും ഒരെണ്ണം ഞാൻ നടത്തു, വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. അത് അവളോട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അവളത് കണ്ടുപിടിച്ചു. അത് ഒത്തിരി ഹൈറ്റ്സിലാണ്. ഈ പേരക്കിലൂടെ കയറി കഴിഞ്ഞാൽ കിട്ടില്ല, പക്ഷെ അവൾ നെല്ലിയിലൂടെ കയറി അത് പറിക്കാനുള്ള ശ്രമത്തിലാണ്. എവിടെയാ? ആ ഇതാ സംഭവം. തീരെ മൂക്കാത്ത കമ്പുകളാണ്. അറിയാന് കണ്ടോ ഈ പാവാട ഇട്ടേക്കണം. ഒരു ഇതിനങ്ങോട്ട് കയറുമെന്ന് പറഞ്ഞു. കയറിയില്ലെങ്കിൽ മോശമല്ലേ? പോണു. വീഡിയോ എടുക്കാൻ പാടില്ല. നീ കയറുന്നത് കയറി കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതിയോ? ഇതെന്താ അറിയോ? പാവാട ഒന്നും നീ ഇങ്ങോട്ട് കയറുന്ന താഴെ ഇറങ്ങ്. എടി ഇത് കൊമ്പ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. കുലുക്കിയാൽ മതി, ഷേക്ക് ചെയ്താൽ മതി. നീ ഇനി അതിൻ്റെ മുകളിൽ കയറില്ല കേട്ടോ. 2 ഹൈറ്റ്സ് താഴെ ഇറങ്ങ്. അല്ലെങ്കിൽ ആ കൊമ്പ് മാത്രം കുലുക്കണം. അത് കിട്ടാൻ ചാൻസ് ഇല്ല. നീ താഴെ ഇറങ്ങി ഇടിഞ്ഞു തള്ളിയിടാ. അവളൊരു പേരയ്ക്ക് കണ്ടിട്ട് അതിൻ്റെ മുകളിൽ കയറിയതാ. ഇതേ ഒരെണ്ണം ഉണ്ടോ? ഒരൊറ്റൊരെണ്ണം. 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം എനിക്ക് കിട്ടി, കയ്യെത്തുന്ന ദൂരത്തായിരുന്നു. ഒത്തിരി ഇത് ഒന്ന് ഏറ്റവും കൂടുതൽ മുകളിലാണ്, ഹൈറ്റിലാണ്. അമ്മച്ചിയും ചാച്ചനും. അമ്മച്ചിയുടെ കയ്യിൽ മാണിയുണ്ട്. മാണി ഒരു ഉപ്പേരിക്ക് അടിപൊളിയാണ്. ഇതേ ചാച്ചൻ കുറച്ച് ചാച്ചൻ്റെ കയ്യിൽ നോക്കി. എന്താ ഒന്ന് ആ പാള എടുത്തു കൊടുക്ക്. അവിടെ പാള കണ്ടിട്ടുണ്ടോ അമ്മച്ചി? ആ പാളയ്ക്ക് 4 രൂപ കിട്ടുമോ? വലുതാണെങ്കിലും ചെറുതാണെങ്കിലും 2 രൂപ കിട്ടുള്ളൂ അല്ലേ? ഇറക്കാൻ ഞാൻ കയറി പോകണ്ടോന്ന്. ഉണ്ണിമോള് താഴെ ഇറങ്ങുക. നീ എന്താ ചെയ്യുന്നേ? അവൾ അതിൽ തന്നെ ഒരു കമ്പ് പൊട്ടിച്ച്
തോട്ടി ഉണ്ടാക്കാനുള്ള പരിപാടി തോന്നുന്നു. അത് പേരക്കയുടെ കമ്പ്, അത് അങ്ങനെ ഇങ്ങനെ പൊട്ടില്ല, ഭയങ്കര ബലമുള്ളതാ. ആ അമ്മച്ചി പറയുന്നത് പേരയുടെയും കാപ്പിയുടെയും നല്ല ബലമായിരിക്കും. ഇത് പൈപ്പാണ്, ഇതുകൊണ്ട് തല്ലാൻ പറ്റുമോ? ഇത് അവള് വർഷങ്ങൾക്ക് മുമ്പ് നട്ടൊരു നൊസ്റ്റാൾജിക് ഫീലുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം തിന്നോന്ന് പറയുമ്പോ വാവ്, കൺഗ്രാജുലേഷൻ. കാണുന്നില്ലല്ലോ, ഇപ്പൊ തെരഞ്ഞു പിടിക്കലോ ടാസ്ക് ആണ്. ആ അതായിരിക്കണം. ഒരുപാട് എനിക്ക് തോന്നുന്നു അരമണിക്കൂർ അധികമായിട്ട് ശ്രമിച്ചിട്ട് കിട്ടിയൊരു സംഭവമാണ്. ഇറങ്ങിക്കോ, നിനക്കുള്ള പേരൊക്കെ ഇവിടെ റെഡി. ഇനി അങ്ങോട്ട് ഈ പാളക്കോ? എങ്ങനെ വെച്ചി? ആ അപ്പൊ മീൻകറി കൂട്ടി ഊണൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി അല്ലേ? കേദറാ ഇവിടെ തളപ്പ് കിട്ടി, കഴുങ്ങനെ കിടക്കാൻ വേണ്ടി പോവാ. ഇല്ല പിടിക്കുന്നൊന്നുമില്ല, നീ ധൈര്യമായിട്ട് കയറിക്കോ. ഞാനൊന്ന് കാണട്ടെ, എനിക്കറിയില്ല, ഇത് മുള്ളാണ് കേട്ടോ. ഇതേ ചാച്ചൻ വേറെ തോട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ മുള്ളു വെട്ടാനാണോ? നാരകല്ലല്ലോ, ഒരെണ്ണം പോലല്ലോ പ്രാവശ്യം. ഇപ്പൊ സീസൺ കഴിഞ്ഞില്ല അല്ലേ? സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിട്ട് ഞാൻ എടുത്തു തരാം. അമ്മക്ക് പേടിക്കുന്നു. ഇവിടെ മണ്ണാർക്കാട് പോയി കിടക്കാറുണ്ട്. ഇവിടെയൊക്കെ കിടന്നായിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യമായതാണ്. എന്തെങ്കിലും 10 പൈസയ്ക്ക് ഒരു വരുമാനം എങ്ങനെയുള്ള ഉണ്ടാക്കിയത്. അവിടെ പോയി ഇരുന്നിട്ടെന്നാ അവിടെ പൈസയും കൊടുത്ത് അവിടെ എന്തെങ്കിലും ഒരു കാണ്ടാഴ്ചയാണെങ്കിലും ഒരു അടക്കാമരുന്നയാണെങ്കിലും ഒരു വൈകനാണെങ്കിലും ചച്ചും പിടിച്ചും മക്കളൊക്കെ കെട്ടിച്ചു പിന്നെ വന്നുകൂടെ അല്ലേ? ഞാൻ പറഞ്ഞു അമ്മക്ക് അവിടുന്ന് ഇപ്പൊ വരാന് കണ്ടോ? ആ പഴം മുഴുവൻ ഏതാണ്ട് തിന്നു. അങ്ങനെ ആ പഴം കുറച്ചുണ്ട് കേട്ടോ, എന്തൊക്കെയോ തിന്നു പറഞ്ഞു അമ്മച്ചി. കേടൊന്നും വന്നിട്ടില്ല. ഷുഗർ പഴമല്ലേ? ആ കൂട്ടാൻ പറ്റും. അത് നിലവിലുള്ള പൂട്ട് അൺലോക്ക് ചെയ്യണം, പൊട്ടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വേറെ പൂട്ടിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തുളയിൽ അതിനകത്ത് ഗ്യാപ്പില്ല വേറെ താക്കോല് പൂട്ട് വയ്ക്കാനേ. അല്ല സ്ക്രൂ അഴിച്ച് തുറന്നല്ലോ. സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ പൂട്ട് പോലല്ലോ, പൂട്ട് അതിൽ കുടുങ്ങി കിടക്കല്ലേ. പൂട്ടുണ്ടല്ലോ, പൂട്ട് പൊട്ടിച്ചിട്ടില്ലല്ലോ. ആ നോക്കാം. ശരി ആയിക്കോട്ടെ. ഇവിടെ ജൂനത് പാള തങ്ങി നിൽക്കാൻ വേണ്ടിട്ട് അവള് വീണ്ടും അട്ടപ്പാടിക്കാരിയാണ് എന്ന് പറഞ്ഞേക്കുവാണ്. അതുകൊണ്ട് ചാച്ചന്റെ ശിഷ്യത്വം സ്വീകരിച്ചത് അവള് മറന്നിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം മരത്തുമ്മ കയറിയേക്കുവാ. നീ എന്ത് ഉദ്ദേശം എനിക്ക് ഇരട്ടപ്പഴം തരുന്നത്? അത് നീ കഴിച്ചോ? ചിരട്ടപ്പഴം അങ്ങനെയൊന്നും ഇല്ല അമ്മച്ചി, അതൊക്കെ ആൾക്കാര് വെറുതെ പറയണതാ. ഞങ്ങൾക്ക് അത്ര പേടിയൊന്നുമില്ല. ചേട്ടി പേടിയാണ് കഴിക്കാൻ. അവിടെ പറമ്പിൽ ജോലിക്കാരുണ്ടെങ്കിൽ അവർക്ക് വെച്ചിട്ട് കൊടുക്കാം. മറ്റേ സാജി ഇവിടെ ആരാ വന്നേക്കണേ? ഞാൻ പറഞ്ഞു രാജയുടെ മൂത്ത മകളും.
വലിയ പാള വെട്ടാൻ അമ്മച്ചി കത്തിയും കൊണ്ട് പോയി. ഇത് കുറച്ച് വീട്ടിലേക്കും കൊണ്ടുപോയിക്കാം ചാച്ച. ആ വന്നുണ്ട്. വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് സമയം എത്രയായി? ഊണ കഴിച്ചിട്ട് പോകുന്നു. സമയം എത്രയായി? സമയം 2 രൂപ. അമ്മയോടൊന്ന് വിളിച്ചു പറയുമല്ലേ കൊണ്ടുവരാൻ പറ്റും. അവിടെ ആരും ഇല്ലല്ലോ കൊണ്ടുവരാൻ. നമുക്ക് എത്തണം. നമുക്ക് 4 മണിയാകുമ്പോൾ എത്തണം. 4 മണി ഉണ്ടാവും അവിടെ. എന്നാ വീട്ടിൽ പോകണ്ടേ ചേട്ടി? വേഗം പോലെ 3:00 എന്തെങ്കിലും എത്തണം അവിടെ. അല്ലെങ്കിൽ ഓട്ടോറിക്ഷ കയറ്റിയിട്ട് അമ്മയോട് കൊണ്ടുവരാൻ പറഞ്ഞു. വേറെ ആരും ഇല്ലായിരുന്നു. കുറച്ച് അമ്മച്ചി എടുക്കാം. അമ്മച്ചി റോഡിലേക്ക് വന്നിട്ടേ പോരാണോ? എന്താ അമ്മച്ചി? ആ ഏത് അതൊന്നും ആവശ്യമില്ലാത്ത അതും കുഴപ്പമില്ല. അത് നമുക്ക് താഴെ വയ്ക്കാം. മുകളിൽ വയ്ക്കാം. ഇതങ്ങനെ അടുക്കി വെക്കണോ? അല്ലെങ്കിൽ അല്ല ചാ അടുക്കി വെക്കണ്ടേ? അപ്പൊ അതില് ചാക്ക് വെക്കണ്ടേ? ചാക്ക് വെക്കണം ചാച്ചതിന്റെ ഉള്ളില്. പൊടിയാകാതിരിക്കാം. കുഴപ്പമൊന്നുമില്ല. എടുത്തോ മറ്റേ വില അറിയുള്ളൂ അല്ലേ? നമ്മള് എവിടെ ആഴ്ച വരുമ്പോ കടയിൽ ഇങ്ങനെ പഴം നിൽക്കണ കാണുമ്പോഴല്ലോ വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോ ഓർക്കും, ഓ അതിൽ നിന്നൊരു വെള്ളം ഇങ്ങനെ കിട്ടിയായിരുന്നു. നമുക്ക് ഉണ്ടെങ്കിൽ വേണ്ട. അതാണ് ഈ സാധനം. പോയിട്ട് ഷെയ്ക്ക് അടിക്കാം. അവിൽ മിൽക്ക് അല്ലേ? വൈനൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെല്ലാം പറ്റുള്ളൂ. എടുത്തു അതൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല. അമ്മച്ചി എടുത്തോ വീട്ടിലേക്കൊക്കെ. അങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ വേണമെങ്കിൽ കൊണ്ട് എടുത്താൽ മതി. ഹലോ ഹലോ എടാ എനിക്കൊരു ഓട്ടോക്കാരുടെ നമ്പർ താ. ഞങ്ങൾ പറമ്പിൽ നിന്ന് നേരെ ചാച്ചൻ്റെ അമ്മച്ചൂരും വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ആ വീട്ടിലേക്കുള്ള സ്റ്റെപ്പാണിത്. ഓക്കെ, ഇത് കണ്ടോ, ശേഖരിക്കുന്ന പാളയൊക്കെ ഇതേപോലെ കെട്ടാക്കി വെച്ചിട്ടുണ്ടാവും. 25 എണ്ണത്തിൻ്റെ ഒരു കെട്ട്. ഇതിൽ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 25 എണ്ണം കാണും. 50 രൂപ. ഇതിലും തന്നെ 25. അങ്ങനെ 25 എണ്ണത്തിൻ്റെ ഓരോ കെട്ടാക്കി വെച്ചേക്കാണ്. ഇത് ഇവിടുത്തെ ആളുകളുടെ ഒരു വരുമാന മാർഗ്ഗമാണ്. ഇവിടെ കൂടുതലും കവുങ്ങൊക്കെയുള്ള ഏരിയ ആയതുകൊണ്ട് ആളുകളൊക്കെ പാള പെറുക്കാൻ പോകും. വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ കൂലി വെക്കാവുന്ന രൂപത്തിൽ പാളയൊക്കെ ശേഖരിച്ച് ഇതുപോലെ കെട്ടാക്കി വേറെ തേർഡ് പേഴ്സൺ ഇടനിലക്കാർക്ക് കൊടുക്കും. ഇങ്ങനെ 43 സ്റ്റെപ്പ് ഉണ്ട് ടോട്ടൽ. 43 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വേറൊരു ഏരിയയിലേക്കുള്ള വഴിയാണിത്. സ്ഥലത്തില്ല, ഞാൻ ആ ടൈമിന് കുഞ്ഞിനെ എടുക്കാൻ വരുമ്പോഴത്തേനും ടൈം വഴുകും. അപ്പൊ അമ്മേനെ പിക്ക് ചെയ്തിട്ട് വേണം ടൈം കിഡ്സിൽ പോയി എൻ്റെ കുട്ടീനെ എടുക്കാം. ഇങ്ങനെ ഈ പറമ്പൊക്കെ നമ്മുടെ ചാച്ചൻ്റെയാണ്. അത് മദറിനോയുടെ അമ്മച്ചിയുടെ പപ്പയുടെ. ഇതാണ് തേൻവരിക്കയാണ്. തേൻവരിക്കയുടെ ഇടിച്ചക്കൊക്കെ ഉണ്ട്. ഉണ്ടോ? ഈ പറമ്പിൽ അങ്ങനെ കശുമാങ്ങ, കൊടംപുളി, പിന്നെ പേരയ്ക്ക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്.
അരിവില്ലാതെ കിട്ടാൻ പ്രയാസമാണോ? കൈകൊണ്ട് കിട്ടുമോ? അരി വേണോ അല്ലേ? ശരി. തേൻവരിക്കയുടെ ഇടിച്ചക്ക കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് തേൻവരിക്കയൊന്നും നമ്മളങ്ങനെ അധികം ഇടിച്ചക്കൊക്കെ എടുക്കാറില്ല. എങ്കിലും നമ്മളുടെ സ്നേഹത്തെക്കൊണ്ട് പുതിയ ചാച്ചനത് എടുത്തോളാൻ പറഞ്ഞേക്കാണ്. അതെ, അമ്മച്ചി അരിവാള് നിന്നുണ്ട്. ആ, അത് കിട്ടും. അതെ, എന്ത് ഇടിച്ചക്കയോ? മൂത്തുണ്ടാവും അല്ലേ? ആ, ഇനിയുള്ള ഇടിച്ചക്ക ഒരു പക്ഷെ മുകളിലായിരിക്കും അല്ലേ? ആ, ഈ വീടിൻ്റെ മുകളിൽ വലിയൊരു കുടംപുളി ഇത് നിൽക്കുന്നുണ്ടോ? ഇത് പൂത്ത് കഴിഞ്ഞാൽ മൊത്തം കുടംപുളി ആയിരിക്കും. പക്ഷെ 2 വർഷത്തിന് മുകളിലായിട്ട് ഇത് കാച്ചിട്ടില്ല, പൂത്തിട്ടില്ല പറയുന്നത്. ആ, ഇതുണ്ടോ ചാച്ചൻ്റെ വീട്, അമ്മച്ചിയുടെ വീടൊക്കെ കണ്ടില്ലേ? ഇതുണ്ടോ? ഇവിടെയൊക്കെ പാള് ഇതുപോലെ തന്നെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. 25 എണ്ണത്തിൻ്റെ കെട്ടാക്കി വെച്ചേക്കത് ഇവിടെ ഉണ്ടാ. ഇനി ഇടിച്ചേക്ക ഉണ്ടാ. ആളുണ്ട്. ഇതിന്റെ പേരെന്തായിരുന്നു? കറുമ്പിയോ? കറുമ്പിയാണോ? മൊത്തം 3 പൂച്ചയാണ് ഒരു വീട്ടില്. പൊന്നോമനകളായിട്ട് 3 പൂച്ച. 3നും ഇത് കറുമ്പി. ഇതെന്തിങ്ങനെ ഒളിഞ്ഞും പാത്ത് നോക്കുന്നത്? കറുമ്പി. സുന്ദരി, സുന്ദരി എന്താണ് ആള്? സുന്ദരിയാണല്ലോ. അങ്ങനെ ചാച്ചിന്റെ അമ്മച്ചിന്റെയും വീടിന്റെയും പരിസരവും പക്ഷിവൃക്ഷ ലതാദികൾ എല്ലാം ഉണ്ട് അല്ലെ? ഫലഭൂയിഷ്ടമായ മണ്ണായതുകൊണ്ട് തന്നെ വളമിടാത്ത പലതരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും ഉണ്ടാവും ഇവിടെ. കൊടംപുളിയുണ്ട്, നല്ല പുളിമാങ്ങയുണ്ട്, വരിക്കയുണ്ട്, ഇതേ നോർമൽ ചക്കയുണ്ട്. അതെ, കാട്ടുമാങ്ങയില്ലേ? കാട്ടുമാങ്ങ എവിടെയാ? അതുണ്ടോ? ഇത് കാട്ടുമാങ്ങയാണ് കേട്ടോ. മണ്ണാർക്കാട് നട്ടപ്പാടി വരുന്ന സമയത്ത് റോഡ് സൈഡിന് തന്നെ ഉണ്ട്. ആ കാടിനോട് ചേർന്ന് റോഡ് സൈഡിന് തന്നെ 2-3 കാട്ടുമാങ്ങ പല ഭാഗത്തായിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാട്ടുമാങ്ങ സ്വന്തമായിട്ട് ഇപ്രാവശ്യം പൂക്കുന്നുണ്ട്. അത് ഇതുണ്ട, കാട്ടുമാങ്ങ പൂക്കുന്നുണ്ട്. അത് കാട്ടുമാങ്ങ കൊണ്ട്, അതിൻ്റെ കണ്ണിമാങ്ങ കൊണ്ടൊക്കെ അച്ചാറിട്ട എന്നാ ടേസ്റ്റാ അല്ലേ? ഓക്കെ, പിന്നെ ഇത് കടച്ചക്ക ഇവിടെയുണ്ട്, അടിപൊളിയായിട്ട് പൂക്കും. ആയി വരുന്നുള്ളൂ. ഇതേ ആയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിൽ സംഭവമുണ്ട്, എല്ലാം അറിയുന്നുണ്ടല്ലേ? ആ, അതെ, കിട്ടി. പ്ലാവ് 3-4 ടൈപ്പ് വെറൈറ്റി പ്ലാവുണ്ട്. പിന്നെ നല്ല മൂവാണ്ടനുണ്ട്. വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. കട്ടൻ ചായയൊക്കെ ഇട്ട് കപ്പയും മീനും അല്ലേ, ഈ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കാം, നല്ല രസമാണ്. വെയിലില്ല, തണുപ്പാണ്. പിന്നെ ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ അതെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പഴം, ചാമ്പങ്ങപ്പഴം കിട്ടാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതും ഇലയൊക്കെ പൊഴിഞ്ഞ് രണ്ടാമതൊന്ന് അല്ലേ, ഉണങ്ങിയില്ലല്ലോ, സെറ്റായി വരണത്. പിന്നെ കാടിനോട് ചേർന്ന് തന്നെയാണെങ്കിലും പന്നിയെ കൂടാതെ തന്നെ മലയണ്ണാൻ, ഇതൊരു മലയണ്ണാൻ പണി തന്നതാണ്. ഇതുണ്ടോ, മലയണ്ണാന് ഉണ്ടോ? യെസ്. ഇതിലൊക്കെ ഇഷ്ടംപോലെ മലയണ്ണാൻ. എന്താ മലയണ്ണാനെ കൂടാതെ വേറെന്താ വരാറ് ഇവിടെയൊക്കെ? പന്നി പിന്നെ സ്ഥിരം കാണും, അത് നാട്ടിലായാലും കാട്ടിലായാലും. കുരങ്ങ്, സിംഹവാലം കുരങ്ങ് ഉണ്ടാവാറുണ്ട്, ഇടയ്ക്ക് വരാറുണ്ട്, മിക്കവാറും വരും. അത് ഇനി സിംഹവാലം കുരങ്ങ് വരുമ്പോ ഒന്ന് വിളിക്കണേ. ഇതേ നമ്മുടെ അമ്മപ്പൂച്ച ഇവിടെ 3 എണ്ണം ആയിരുന്നല്ലോ, 2 എണ്ണത്തിന് നമ്മൾ കണ്ടു. ഇതേ 3ാമത്തെ, ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ പൂച്ച. ഇതിന്റെ പേരെന്താ അമ്മച്ചി? പെണ്ണെ, പെണ്ണെ വിളിച്ചാ വരുമോ?
ആ അത് എൻ്റെ അമ്മ വീടല്ല, ഇവളുടെ, അതായത് നമ്മുടെ ജൂനോട് അമ്മ വീട് ഇവിടെ കൽക്കണ്ടി എന്ന് പറയും. ഓക്കെ. വില്ലേജ് ഓഫീസിൽ മൊത്തം അമ്മശി, ഇത് 1 കോടി കിട്ടിയ അയൽവാസിന്റെ പറഞ്ഞില്ലേ, നിങ്ങളുടെ അയൽവാസി കോടീശ്വരനായിന്ന് പറഞ്ഞില്ലേ, അതെവിടെയാ, ഏതാ വീട്? ആ ഈ വീടാണോ? ഇവർക്കാണോ? ഏതാ കാരുണ്യാണോ? കാരുണ്യല്ലേ 1 കോടി? കാരുണ്യ മാത്രമേ 1 കോടി ഉള്ളൂ. ആ പക്ഷെ 3 പേര് ഷെയർ ഉണ്ട്. പൈസ റിലീസായി കിട്ടുമെന്ന് അറിയില്ല അല്ലേ? ആ 1 കോടി കിട്ടിക്കഴിഞ്ഞാൽ 60 കിട്ടുള്ളൂ, 40 ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമല്ലോ അല്ലേ? ഓക്കെ. യെസ്. അപ്പോൾ ഞങ്ങളുടെ അമ്മച്ചിയുടെ വീട്ടിലേ അമ്മച്ചിയുടെ വീട്ടിലൊരു സ്പെഷ്യൽ സയൻറ്റിസ്റ്റ് ഉണ്ട്. ആളിപ്പോൾ സ്കൂളിലേക്ക് പോയേക്കുവാണ്. അവൻ്റെ മുറി ഒന്ന് കാണേണ്ടതായിട്ടുണ്ട്. അപ്പം അവൻ ഇതിനകത്ത് എന്തൊക്കെയോ യന്ത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പണിപ്പുരയിലാണ്, ആംബുലൻസിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ആംബുലൻസിൻ്റെ പണിപ്പുരയിലാണ്. ഇതെവിടെ ആംബുലൻസ്? കാണിച്ചു തരാം. വണ്ടി ഓടിക്കും. ആ ഗിയറൊക്കെ ഉണ്ടല്ലോ. അയ്യോ രസമായിട്ടോ. ഞാൻ യൂട്യൂബിൽ എടുത്തുവിടുന്നു. ഇതെങ്ങനെ ഉണ്ടാക്കിയാ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ടോ? ഇതിപ്പോ ഫോർത്തില അവന്റെ മുറിയല്ലേ. ലൈറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ അവന്റെ കലാവിരുദ്ധകളാണ്. അധോലോകം അത്ര. അധോലോകം. ഇനിയിപ്പോ പിള്ളേര് വരുവേ, ശിവരാത്രി ആയില്ലേ, സാന്റയൊക്കെ വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ജയിനെ കൊണ്ട് എന്നാണ് ഇനി ഇങ്ങോട്ട് എന്നറിയില്ല. ആഴ്ചകൾക്ക് ശേഷം മിക്കവാറും 10 ദിവസം കൂടുമ്പോഴൊക്കെ വരുന്നതാണ്. അതെ, ആ ശിവരാത്രിക്ക് വരാം. ഇനി മല്ലീശ്വരൻ ശിവരാത്രി ഉണ്ടല്ലോ, 2 ദിവസം മുമ്പ് തന്നെ വരാം. ഷൂട്ട് ചെയ്യാൻ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. ഓക്കെ, അടുത്ത ആഴ്ച കാണാം. അടുത്ത മാസത്തിൽ അടുത്ത ആഴ്ച. മരണക്കിണർ യന്ത്രൂഞ്ഞാലൊക്കെ ഇല്ലേ? ഓക്കെ. ഞങ്ങളിത് മല ഇറങ്ങുവാണ്. തിരിച്ചു വരുന്ന വഴി മന്ദംപൊട്ടി പറഞ്ഞൊരു പ്രദേശം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ളൊരു ഏരിയയാണ്. മാത്രമല്ല ചീവിടികളുടെ ശബ്ദം പ്രത്യേകം കേൾക്കുക. അതിലുപരി ഒരു വള്ളി കണ്ടിട്ട് നമുക്ക് തൂങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തുക. എവിടെ? ഇത് വല്ല കാട്ടുജീവി എന്ന് വിചാരിച്ചു, നോക്കുമ്പോൾ ഒരു പട്ടിക്കുട്ടനാണ്. ജീവനും കൊണ്ട് ഓടി. ആ ഇത് ബലം കൂടുതലായതുകൊണ്ട് ആടാനൊന്നും പറ്റില്ല, അതിൽ കയറി ഇരിക്കുന്നത് മാത്രം. നീ ഇങ്ങനെ മുകളിലേക്ക് ഉണ്ടോ പടർന്ന് പന്തളിച്ചേക്കുക. എവിടെ എവിടെ? ഉയ്യോ, ഇതിന്റെ മുകളിൽ ഇഷ്ടം പോലെ കുരങ്ങുണ്ട് കേട്ടോ. സിംഹവാലൻ. എവിടെ സിംഹവാലൻ ഉണ്ടോ? എവിടെ എവിടെ? ആ അത് തന്നെ സിംഹവാലൻ. കറുപ്പാണോ? കരിങ്കുരങ്ങാണോ? അല്ല, സിംഹവാലൻ കുരങ്ങനോ. അതുങ്ങളെ മറ്റേ കുരങ്ങന്മാർ ഓടിക്കും. ഇതാണോ? ക്യാമറ ക്ലാരിറ്റി ഒക്കെ ഇച്ചിരി കുറവാണ്. അത് സാധനങ്ങൾ ചാക്കൊക്കെ കണ്ടിട്ടാണ്. ഇവിടെ പറയുന്നത് ചാക്ക് പറിക്കാൻ വേണ്ടി വരുന്നതാണെന്നോ. ഇതാണോ? നോക്കടാ. പക്ഷെ നമുക്ക് കാണാനൊന്നും കഴിയില്ല. ആ ഇതേ ഒരാളവിടെ നിന്ന് നോക്കുവാണ്. കുറേ ഉണ്ട്. ഇതുണ്ടോ? നോക്കുന്നുണ്ടോ? വേറെ ഏരിയയാണ് കണ്ടിരിക്കണേ. നോക്കിയിട്ട് അവരുടെ ലക്ഷ്യം നമ്മുടെ ചാക്കാണ്. ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന് അവർക്ക് അറിയാം. കണ്ടോ ചേട്ടി? യെസ്, കണ്ടു. അവിടെ
വേറെ ഈ സൈഡ് നോക്ക്. ഇറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടിട്ടാണ് പിന്നെ അവിടെ 3, 4, 5, 6 അതിൽ കൂടുതൽ സിംഹാലം കുരങ്ങുണ്ട്. യെസ്, സമയം സന്ധ്യ, നമുക്ക് ഇറങ്ങാം. ടൈം ഇപ്പോൾ 6 മണിയായി. എങ്ങനെ കയ്യിൽ വടി കണ്ട ഒരു താഴെ വരില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊരു വള്ളി നോക്കട്ടെ, വലിയൊരു വള്ളി. ഇതിനകത്ത് പഴമാണെന്ന് അറിയാം. ഈ പഴം കണ്ടിട്ട് അമ്മമാര് സെൻസ് ചെയ്ത് ഇറങ്ങി വരുന്ന അവള് പറയുന്നത്. ഇവിടെ ഞാൻ അപ്പോഴേക്കൊരു വള്ളി കണ്ടു. ആ വള്ളി ഒന്ന് കവർ ചെയ്തിട്ട് അവള് പേടിച്ചതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമത്തിലാണ്. വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ട് ആവുന്നില്ല. ഇതൊരു വള്ളി നോക്കണം. പോകാം. വണ്ടി എടുക്കുന്ന ഹെൽമെറ്റ് ധരിക്കും. ഏതോ സാമൂഹ്യ ദ്രോഹികള്. ഇത് സാധനം ഏതാണ്? നമ്മൾ അടിക്കുന്ന ടീമെന്ന് വിചാരിക്കട്ടെ. ഇത് ഒഴിവാക്കിയേ. ജാക്ക് ഡാനിയലാണ്. ജാക്ക് ഡാനിയലിന്റെ കുപ്പി വേറെ ആരും ഒഴിവാക്കിയേക്കുക. ജാക്ക് ഡാനിയൽ ഉണ്ടാ. ഇവിടുത്തെ വ്യൂ പോയിന്റിൽ നിന്നതാണ്. അപ്പോൾ ഒരു പെയിന്റ് വർക്ക് എന്ന് പറഞ്ഞ് എടുത്തേക്ക്. അത് ഒഴിവാക്കാൻ പറയുമെന്ന് ഞാൻ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്. പക്ഷെ എന്താ വെച്ചാൽ നല്ല വളവാണ്. വണ്ടികളൊന്നും നിർത്താൻ പറ്റില്ല കണ്ടോ. പക്ഷെ വ്യൂ സൂപ്പറാണ്. ഇവിടെ നിന്ന് 10ാം വളവ് കാണാം. പിന്നെ താഴത്തെ റോഡ് കാണാം. പിന്നെ കണ്ടോ ആളുകൾ കാണാവുന്ന രീതിയിൽ എടുക്കും. 9ാം വളവ് കിട്ടുമല്ലോ. ആ റോഡ് ക്രോസ് പോകുന്നുണ്ടോ? താഴെ വണ്ടി പോകുന്നു. ആ വണ്ടി തിരിഞ്ഞെടുക്കണം. ക്യാമറ സൂം ചെയ്തോ. വിദൂര ദൃശ്യങ്ങൾ സൂം ഔട്ട്. ഞാൻ വണ്ടി കറങ്ങി താഴത്ത് വരും. നായ്ക്കറിനൊക്കെ ഓരോ സാധനം നോക്കാം. നായ്ക്കാരൻ നോക്കാൻ എന്ത് സാധനം അല്ല വേറെ എന്താണല്ലേ. എലിയുടെ കളർ നോക്കാം. കുറെ കഴിഞ്ഞ് കളർ മാറും. അടുത്ത് നിന്ന് എടുക്കാം. ഇത്ര അടുത്താട്ടോ ഉണ്ടോ? ലാസ്റ്റ് 1ാം വളവും കഴിഞ്ഞ് താഴത്ത് ഇറങ്ങി. ഫോറസ്റ്റ് ചെക്കിംഗ് സ്റ്റേഷൻ. അങ്ങനെ തിരിച്ച് കാഞ്ഞിന് വഴി തന്നെയാണ് മണ്ണാർക്കാടേക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ ഇവിടെ നിന്നാണ് ചിപ്സ് മേടിച്ചത്. പൊട്ടാറ്റോ ചിപ്സും ടാപ്പിയൊക്കെ ചിപ്സും. പക്ഷെ അതാണ് കുരങ്ങൻ കവർന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് സങ്കടം തീരാൻ വേണ്ടിയിട്ട് വീണ്ടും അവിടെ നിന്ന് ചിപ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് വണ്ടി നിർത്തിയേക്കുവാണ്. എന്താ ഇവിടെ അവർ വെളിച്ചെണ്ണ ആട്ടി കൊടുക്കുന്നുണ്ട്.
താളിച്ചാട്ടി ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ലിറ്ററിന് 300 അപ്പോൾ ഇവരിവിടെ ആട്ടുന്ന അതേ വെളിച്ചെണ്ണയിലാണ് ഇവിടുത്തെ ചിപ്സൊക്കെ അവർ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഇച്ചിരി ചിപ്സ് മേടിക്കാൻ വേണ്ടി വീണ്ടും നിർത്തിയേക്കുക. മേടിച്ചോ, ഒരെണ്ണം മേടിച്ചോ.